നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് PSC ബുള്ളറ്റിൻ ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് സീരീസിലെ 4ാമത്തെ ക്ലാസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തെയും കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 2024 ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. എന്താണ്? വിശ്വസുന്ദരി പട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പം 2024 വിശ്വസുന്ദരി പട്ടം ആരാണ് നേടിയത്? വിക്ടോറിയ കാജർ ആണ്. ഓർത്തു വെച്ചേക്കണം, 2024 വിശ്വസുന്ദരി പട്ടം ആരാണ് നേടിയത്? വിക്ടോറിയ കാജർ ആണ്. ആ പേര് മറക്കണ്ട, വിക്ടോറിയ കാജർ ആണ് 2024 വിശ്വസുന്ദരി പട്ടം നേടിയിട്ടുള്ളത്. അതുപോലെ അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. എന്താണ് ആ പുരസ്കാരം? PN പണിക്കർ പുരസ്കാരമാണ്. ഓക്കെ, അപ്പൊ PN പണിക്കർ പുരസ്കാരം ഏത് മേഖലയിൽ കൊടുക്കുന്നതാണ്? ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകന് കൊടുക്കുന്ന ഒരു അവാർഡാണ് എന്ത്? PN പണിക്കർ പുരസ്കാരം എന്ന് പറയുന്നത്. അത് 2024 ആർക്കാണ് ലഭിച്ചത്? പൊൻകുന്നം സെയ്ദിനാണ് അത് ലഭിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ PN പണിക്കർ പുരസ്കാരം 2024 ആർക്കാ ലഭിച്ചത്? പൊൻകുന്നം സെയ്ദിന്. ഓർത്തു വെച്ചേക്കണം, ആർക്കാണ്? PN പണിക്കർ പുരസ്കാരം അല്ലെ. PN പണിക്കർ, എല്ലായിടത്തും P ഉണ്ട് അല്ലെ. അപ്പൊ ആൻസറിലും അത് തന്നെ വരും, പൊൻകുന്നം സെയ്ദ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ എന്ത് മേഖലയിലാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരമാണ് എന്ത്? PN പണിക്കർ പുരസ്കാരം എന്ന് പറയുന്നത്. അത് ആർക്കാ ലഭിച്ചത്? പൊൻകുന്നം സെയ്ദിന്. ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. എന്താ പുരസ്കാരം എന്ന് പറയുന്നത്? ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരമാണ് അല്ലെ. അപ്പൊ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? അല്ലെങ്കിൽ ഏത് സിനിമയ്ക്കാണെന്ന് ചോദിച്ചാൽ ആടുജീവിതത്തിനാണ് അല്ലെ. ആരാണ് ഈ ആടുജീവിതം സംവിധാനം ചെയ്തത്? ബ്ലെസ്സി ആണ് അല്ലെ. മറന്നു പോരുത്, ഒരുപാട് അവാർഡുകൾ ആടുജീവിതത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് സംവിധാനം ചെയ്ത ആൾക്കാരുടെ പേരൊന്നും മറന്നു പോകാൻ പാടില്ല. അപ്പോ സംവിധായകൻ ബ്ലെസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? ആടുജീവിതം എന്ന് പറയുന്നത്. ആ ഒരു സിനിമയ്ക്കാണ് 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കണം, എന്താണ്? 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരമാണ് എന്തിനു ലഭിച്ചിട്ടുള്ളത്? ആടുജീവിതം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. എന്താ പുരസ്കാരം? JCB സാഹിത്യ പുരസ്കാരമാണ്. ഓക്കെ, അപ്പൊ JCB സാഹിത്യ പുരസ്കാരം ആർക്കാ ലഭിച്ചിട്ടുള്ളത്? അത് ഉപമന്യു ചാറ്റർജിക്കാണ്. ഓർത്തു വെച്ചേക്കണം, ഉപമന്യു ചാറ്റർജി അല്ലെ. ഉപമന്യു ചാറ്റർജിക്കാണ് ഇത്തവണത്തെ അല്ലെങ്കിൽ 2024 JCB സാഹിത്യ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. എന്ത് സമ്മാനമാണ്? JCB സാഹിത്യ സമ്മാനം. അദ്ദേഹത്തിന്റെ ഏത് നോവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി ഓർത്തു വെക്കുക. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ഓർത്തു വെച്ചേക്കണം, ഒരു പക്ഷെ ഇങ്ങനെ ചോദിച്ചേക്കാം, ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവൽ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? ഉപമന്യു ചാറ്റർജിയുടേതാണ്. അതുപോലെ തന്നെ ഉപമന്യു ചാറ്റർജിക്ക് എന്ത് അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്? JCB സാഹിത്യ സമ്മാനമാണ്. ഈ 3 കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. JCB സാഹിത്യ സമ്മാനം ആർക്കാ ലഭിച്ചത്? 2024 ഉപമന്യു ചാറ്റർജിക്കാണ്. ഏത് നോവലിനാണെന്ന് ചോദിച്ചാൽ ഏത് നോവലിനാണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം ആരാണ് നേടിയത്? അത് കാലിക്കറ്റ് FC ആണ്. ഓർത്തു വെച്ചേക്കണം, സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ്. പ്രഥമയാണ്, അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചേക്കാം. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം. ഓർത്തു വെച്ചേക്കണം, എന്താണ്? പ്രഥമ അല്ലെ. പ്രഥമ ഫസ്റ്റ് കൊടുത്തതാണ്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം ആരാണ് നേടിയത്? കാലിക്കറ്റ് FCക്കാണ് അല്ലെ. കാലിക്കറ്റ് FC ആണ് അത് നേടിയിട്ടുള്ളത്. അതും കൂടി എന്ത് ചെയ്യാവുന്ന ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തില് ചാമ്പ്യന്മാരായത് ആരാണ്? അത് മലപ്പുറം ജില്ലയാണ്. ഓർത്തു വെച്ചേക്കണം, സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം മാറിപ്പോകരുത്. ശാസ്ത്രോത്സവം ഉണ്ട്, അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്. അപ്പൊ പരസ്പരം മാറരുത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ആരാണ് ചാമ്പ്യന്മാരായത്? അത് മലപ്പുറം ആണല്ലേ. ഇപ്പൊ മലപ്പുറം ആണ് ചാമ്പ്യന്മാരായത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സംസ്ഥാന സ്കൂൾ ഫെസ്റ്റിവൽ ആരാണ് ചാമ്പ്യന്മാരായത്? അത് തൃശ്ശൂർ ജില്ലയാണ്. എന്നാൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം അല്ലെ, ശാസ്ത്രോത്സവത്തിന് ആരാ ചാമ്പ്യന്മാരായത് എന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. ഓക്കെ, തെറ്റിപ്പോകരുത്. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. ആർക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ ഹോക്കി
കായിക താരമായിട്ടുള്ള PR ശ്രീജേഷിനാണ് അല്ലെ എന്താണ് കിട്ടിയിട്ടുള്ളത്? രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? PR ശ്രീജേഷിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ആർക്കാ ലഭിച്ചത്? PR ശ്രീജേഷിനാണ്. ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവേഴ്സിൽ വരാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ എന്താണ് വിശ്വസുന്ദരി പട്ടം ആരാണ് നേടിയത്? വിക്ടോറിയ കാജർ ആണ് അല്ലെ. വിശ്വസുന്ദരി പട്ടം 2024 ആരാ നേടിയത്? വിക്ടോറിയ കാജർ ആണ്. പിന്നെ PN പണിക്കർ പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ലേ ആരാണ് അത് നേടിയത്? അത് പൊൻകുന്നം സെയ്ദ് ആണ്. ഓർത്ത് വെച്ചേക്കണം, പൊൻകുന്നം സെയ്ദ്. പിന്നെ ആടുജീവിതത്തിന് എന്തോ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലെ. എന്ത് പുരസ്കാരമാണത്? 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരമാണ് ഏതിന് കിട്ടിയിട്ടുള്ളത്? ആടുജീവിതത്തിന് കിട്ടിയിട്ടുള്ളത്. ഇനി JCB പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ഉപമന്യു ചാറ്റർജിക്കാണ് അല്ലെ. ഏത് നോവലിനാണെന്ന് ചോദിച്ചാല് ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ആണ്. ഒരു പക്ഷേ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ആരുടെ നോവലാണെന്ന് ചോദിച്ചാൽ ആരുടെ നോവലാണ്? ഉപമന്യു ചാറ്റർജിയുടെ നോവലാണ്. ഇനി പ്രഥമ സൂപ്പർ ലീഗ് ഓഫ് കേരള ഫുട്ബോൾ കിരീടം ആരാ നേടിയത്? അത് കാലിക്കറ്റ് FC ആണ് അല്ലെ. ഓർത്ത് വെച്ചേക്ക, കാലിക്കറ്റ് FC ആണ്. ഇനി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ചാമ്പ്യന്മാരായത് ആരാണ് അല്ലെ? ശാസ്ത്രോത്സവമാണ്, മാറിപ്പോകരുത്. ശാസ്ത്രോത്സവത്തിന് ചാമ്പ്യന്മാരായത് മലപ്പുറമാണ്. ഇനി PR ശ്രീജേഷിന് എന്ത് പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത്? രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത്? PR ശ്രീജേഷിന് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം, ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? അത് നടി നിലമ്പൂർ ആയിഷയ്ക്കാണ് അല്ലെ. നിലമ്പൂർ ആയിഷയ്ക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? 2024 കേസരി നായനാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 2024 കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? നിലമ്പൂർ ആയിഷയ്ക്കാണ്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിലവിലെ CAG ആരാണ്? K സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും നിലവിലെ CAG ആരാണെന്ന് എന്ന് ചോദിച്ചാൽ ആരാണ്? K സഞ്ജയ് മൂർത്തിയാണ് അല്ലെ. CAG എന്ന് പറഞ്ഞാലാണ് ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അപ്പൊ നിലവിൽ ആരാണ് CAG എന്ന് പറയുന്നത്? K സഞ്ജയ് മൂർത്തിയാണ്. പഠിച്ചു വെച്ചേക്കണം, K സഞ്ജയ് മൂർത്തിയാണ് നിലവില് CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പദ്ധതികളാണ്. ഫസ്റ്റ് പറയുന്നത് തെളിമ അല്ലെ. തെളിമ എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? തെളിമ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പദ്ധതികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. തെളിമ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അതായത് നമ്മുടെ റേഷൻ കാർഡിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഏത്? തെളിമ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് തെളിമ എന്ന് പറഞ്ഞാല് റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എന്ത്? തെളിമ അല്ലെ. നല്ല തെളിഞ്ഞ രീതിയിൽ കൊണ്ടുവരിക അല്ലെ. വെട്ടും കുത്തുകളൊക്കെ മാറ്റിയിട്ട് നല്ല തെളിഞ്ഞ രീതിയിലേക്ക് ആ റേഷൻ കാർഡ് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട്, അത് സൗജന്യമായിട്ട് തിരുത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? തെളിമ എന്ന് പറയുന്നത്. അടുത്തത് സീപ്ലെയിൻ ആണ്. എന്താണ് സീപ്ലെയിൻ എന്ന് പറയുന്ന പദ്ധതി? അതായത് കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും തമ്മിൽ കോർത്തിണക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? സീപ്ലെയിൻ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കുക, കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതി ഏതാണ്? സീപ്ലെയിൻ ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് പദ്ധതിയും തെറ്റിപ്പോകരുത്. തെളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായിട്ട് തിരുത്താനുള്ള ഒരു പദ്ധതിയാണ്. എന്നാൽ സീപ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? സീപ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി അല്ലെ. അതായത് ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഓൺലൈൻ കോടതി എവിടെയാണ് കൊണ്ടുവരുന്നത്? കൊല്ലത്താണ്. ഓർത്തു വെച്ചേക്ക, രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി എവിടെയാണ് പ്രവർത്തനം തുടങ്ങുന്നത്? കൊല്ലത്താണ്. എവിടെയാണ്? കൊല്ലത്താണ്. ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതും ചോദിക്കാൻ നല്ല സാധ്യത ഉള്ളതാണ്.
എന്താണ് രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിനെയാണ്? അത് നമ്മുടെ കേരളത്തെയാണ്. ഓർത്തു വെച്ചേക്ക, രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? കേരളമാണ്. എന്നാൽ മികച്ച സമുദ്രബന്ധന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കൊല്ലമാണ്. ഓക്കെ, അപ്പം മികച്ച സമുദ്രബന്ധന സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളവും, ഇനി ജില്ലയാണ് എന്ന് ചോദിക്കുന്നതെങ്കിൽ അതേതാണ്? കൊല്ലത്തെയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, പഠിച്ചു വെച്ചേക്കണം, രണ്ടും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനം ഏതാണ്? കേരളം. മികച്ച സമുദ്രബന്ധന ജില്ല ഏതാണ്? അത് കൊല്ലമാണ്. ഇനി അടുത്തത് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുത്തതെന്ന് പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രിയങ്ക ഗാന്ധി അല്ലെ, പ്രിയങ്ക ഗാന്ധി എവിടെ നിന്നാണ് തെരഞ്ഞെടുത്തത്? വയനാട് നിന്നാണ് അല്ലെ. അപ്പൊ വയനാട് നിന്നാണ് പ്രിയങ്ക ഗാന്ധി. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എവിടെ നിന്നാണ്? അത് പാലക്കാട് നിന്നാണ് അല്ലെ. അപ്പൊ പാലക്കാട്ട് നിയമസഭാ മണ്ഡലം ഓക്കെ, രാഹുൽ മാങ്കൂട്ടം എവിടുന്ന തെരഞ്ഞെടുത്തത്? പാലക്കാട് നിന്നാണ് അല്ലെ. അതുപോലെ തന്നെ UR പ്രദീപ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? അത് ചേലക്കരയാണ്. അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെച്ചേക്കണം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എവിടെ നിന്നാണ്? പാലക്കാട്ട് നിന്നും. അതുപോലെ UR പ്രദീപ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ചേലക്കരയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് പുതിയൊരു മുഖ്യമന്ത്രിയാണ്. എവിടത്തെയാണ്? ജാർഖണ്ഡിന്റേതാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്ക്. ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റതാരാണ്? ഹേമന്ത് സോറൻ ആണ്. അപ്പൊ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ഏത്, അല്ലെങ്കിൽ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഹേമന്ത് സോറൻ ആണ്. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. എന്താണ് ആ പുരസ്കാരം? അക്ഷര പുരസ്കാരമാണ് അല്ലെ. അക്ഷര പുരസ്കാരം. അപ്പൊ ചോദിക്കാം, 2024 അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? M മുകുന്ദനാണ്. ഓക്കെ, ഇപ്പൊ 2024 അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോബി ഡ്രോണുകളെ കുറിച്ചിട്ടാണ്. എന്താണ് സോബി ഡ്രോൺ എന്ന് പറഞ്ഞാല്? സോബി ഡ്രോൺ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോബി ഡ്രോൺ എന്ന് പറഞ്ഞാല് അതായത് ഈ പക്ഷികളെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് അവരുടെ വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരിച്ച പക്ഷികളുടെ ശരീരഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് എന്ത്? സോബി ഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സോബി ഡ്രോൺ എന്ന് പറഞ്ഞാല്? അതായത് പക്ഷികളും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ വിവരം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മരിച്ചു പോയിട്ടുള്ള പക്ഷികളുടെയൊക്കെ ശരീരഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ഡ്രോൺ നിർമ്മിച്ചിട്ട് ആ ഡ്രോൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള പക്ഷികളും മറ്റുള്ള ജീവജാലങ്ങളുടെ ഒക്കെ വിവരങ്ങൾ ശേഖരിക്കുക. അതിനെയാണ് അങ്ങനെയുള്ള ഡ്രോണുകളെയാണ് പറയുന്നത് എന്ത്? സോബി ഡ്രോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ലോകമത പാർലമെന്റ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? എവിടെ വെച്ചിട്ടാണ്? വത്തിക്കാനിലാണ് അല്ലെ. ഇപ്പൊ നവംബർ മാസത്തില് 29, 30 അതുപോലെ തന്നെ ഡിസംബർ 1 തീയതികളിലായിട്ടാണ് ലോകമത പാർലമെന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ അത് എന്നാണ് എന്ന് ചോദിച്ചാല് ഡേറ്റ് ചോദിക്കുന്നുണ്ടാവില്ല, എവിടെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എവിടെയാണ്? വത്തിക്കാനിലാണ്. അപ്പോൾ ചോദിക്കാം, ലോകമത പാർലമെന്റ് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്ന് ചോദിച്ചാൽ എവിടെ വെച്ചിട്ടാണ്? വത്തിക്കാനിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് കുറച്ച് വിയോഗങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടവരൊക്കെ നോക്കാം. ഫസ്റ്റ് ഉമാദാസ് ആണ്. ഓക്കെ, ഇപ്പൊ 2024 ഡിസംബർ മാസത്തിലാണ് അവർ മരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്കറിയാം, പതേർ പാഞ്ചാലിയിലെ സത്യജിത് റായിയുടെ പ്രശസ്തമായിട്ടുള്ള ചലച്ചിത്രമാണ് ഇത് പതേർ പാഞ്ചാലി എന്ന് പറയുന്നത്. ആ ഒരു സിനിമയില് ദുർഗ എന്ന കഥാപാത്രത്തെ അഭിനയിച്ച, അല്ലെങ്കിൽ ആ ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയിട്ടുള്ള നടിയാണ് ഇത് ഉമാദാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉമാദാസ് ഗുപ്ത എന്ന് പറയുന്നത്. അവരാണ് ഈ ഒരു 2024 ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഏത് മേഖലയിലാണെന്ന് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഉമാദാസ് ഏതാണ് ആ കഥാപാത്രം എന്ന് പറയുന്നത്? ദുർഗയാണ് അല്ലെ. പതേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെയാണ് അഭിനയിച്ചിട്ടുള്ളതാണ് ആര്? ഉമാദാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഓംചേരി NN പിള്ളയാണ്. അതും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. നമുക്കറിയാം, ഓംചേരി NN പിള്ള എന്ന് പറയുന്നത് ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹവും 2024 ഈ ഒരു ഡിസംബർ മാസത്തിലാണ് മരിച്ചിട്ടുള്ളത്. ഒരു പക്ഷെ ഇങ്ങനെ ചോദിച്ചേക്കാം, അടുത്തിടെ അന്തരിച്ച ഓംചേരി NN പിള്ള ഏത് മേഖലയിലാണ് പ്രശസ്തൻ എന്ന് ചോദിച്ചാൽ ഏത് മേഖലയിലാണ്? സാഹിത്യമാണ് അല്ലെ. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ഓംചേരി NN പിള്ള. അതുപോലെ തന്നെ അന്തരിച്ചിട്ടുള്ള PN നാരായണ ചാക്യാര് ഏത് മേഖലയിലാണെന്ന് ചോദിക്കാം. ഏത് മേഖലയാണ്?
കൂത്ത് കലാകാരനാണ്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, അടുത്തിടെ അന്തരിച്ച PN നാരായണ ചാക്യാർ. നാരായണ ചാക്യാർ ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ എന്ന് ചോദിച്ചാൽ ഏത് മേഖലയാണ്? കൂത്ത് കലാകാരനാണ്. ഓക്കെ, അപ്പൊ കൂത്ത് കലാകാരനാണ് ആര്? PN നാരായണ ചാക്യാർ എന്നും കൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് മെമ്മറിയിൽ കിട്ടുന്നുണ്ടോ നോക്കാം. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് ഇപ്പൊ എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷനിൽ വരാം. ഫസ്റ്റ് വിക്ടോറിയ കാജർ അല്ലെ, വിക്ടോറിയ കാജറിനെ കുറിച്ചിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എന്തോ ഒരു പുരസ്കാരം അല്ലെങ്കിൽ എന്തോ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വിക്ടോറിയ കാജർ അല്ലെ, വിശ്വസുന്ദരി പട്ടമാണ് അല്ലെ. മനസ്സിലേക്ക് കിട്ടുന്നുണ്ടോന്ന് നോക്കുക. അപ്പൊ വിക്ടോറിയ കാജറിന് എന്താണ്? വിശ്വസുന്ദരി പട്ടം അല്ലെ. 2024 വിശ്വസുന്ദരി പട്ടമാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? വിക്ടോറിയ കാജറിന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്തത് ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജിക്ക് എന്തോ ഒരു ഇതുപോലൊരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലോ. എന്ത് പുരസ്കാരമായിരുന്നു? മൈൻഡിലേക്ക് വരുന്നുണ്ടോ നോക്കുക. ഉപമന്യു ചാറ്റർജി ഏതായിരുന്നു? JCB ആണല്ലേ. JCB സാഹിത്യ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത്? ഉപമന്യു ചാറ്റർജിക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മലപ്പുറം. മലപ്പുറവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്ത് കാര്യമായിരുന്നു? മലപ്പുറവുമായി ബന്ധപ്പെട്ട് എന്തിലോ ഒരു ചാമ്പ്യന്മാരായിട്ടുണ്ട്. എന്തിലായിരുന്നു ചാമ്പ്യന്മാരായത്? മലപ്പുറം സ്കൂൾ ശാസ്ത്രോത്സവമാണല്ലേ. ഇപ്പൊ 2024 സ്കൂൾ ശാസ്ത്രോത്സവത്തില് ജേതാക്കളായത് ആരാണ്? മലപ്പുറം ജില്ലയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്തത് സഞ്ജയ് മൂർത്തി അല്ലെ. സഞ്ജയ് മൂർത്തി ആരാണ്? സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത് അല്ലെ നിലവിലെ CAG ആണ്, അല്ലെങ്കിൽ നിലവിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ആര്? സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം, അതൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സഞ്ജയ് മൂർത്തി ആരാണ്? നിലവിലെ CAG ആണ്. ഇനി തെളിമ. തെളിമ എന്ന് പറയുന്നത് എന്താ? തെളിമ എന്തോ ഒരു പദ്ധതിയാണ് അല്ലെ. തെളിമ എന്ന് പറയുന്നത് എന്ത് പദ്ധതിയായിരുന്നു അല്ലെ? അതായത് റേഷൻ കാർഡിലെ തെറ്റുകളൊക്കെ തിരുത്താൻ, സൗജന്യമായിട്ട് തിരുത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്? തെളിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 24x7 ഓൺലൈൻ കോടതി അല്ലെ. 24x7 ഓൺലൈൻ കോടതി എവിടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? എവിടെയായിരുന്നു? അത് കൊല്ലത്താണ് അല്ലേ. ഇപ്പൊ 24x7 ഓൺലൈൻ കോടതി എവിടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അത് കൊല്ലത്താണ്. അതുപോലെ തന്നെ കൊല്ലവുമായി ബന്ധപ്പെട്ട് വേറെന്തോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്ത് കാര്യമായിരുന്നു അത്? കൊല്ലവുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും മികച്ച മത്സ്യബന്ധന സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ ഏറ്റവും മികച്ച മത്സ്യബന്ധന ജില്ലയായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്? കൊല്ലത്തെയാണ് അല്ലെ. അപ്പൊ ഏറ്റവും മികച്ച മത്സ്യബന്ധന ജില്ല ഏതാണ്? കൊല്ലമാണ്. ഓക്കെ, ഇനി അടുത്തത് ലോകമത പാർലമെന്റ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ലോകമത പാർലമെന്റ് എവിടെയാണ്? വത്തിക്കാൻ ആണ് അല്ലെ. അപ്പൊ ലോകമത പാർലമെന്റ് വത്തിക്കാനിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടും കൂടി നോക്കാം. ഓക്കെ, ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് ഒരു പുരസ്കാരം തന്നെയാണ്. ഏതാണ് പുരസ്കാരം? JC ഡാനിയൽ പുരസ്കാരമാണ്. അതായത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് ഏത്? JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്. ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ഷാജി N കരുണിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചോദിക്കും, JC ഡാനിയൽ പുരസ്കാരം ആർക്കാ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? ഷാജി N കരുണിനാണ്. അതായത് 2023 പുരസ്കാരമാണ്, പക്ഷെ കൊടുക്കുന്നത് 2024 അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. ഈ വർഷത്തെ IFFK അല്ലെ, അതായത് കേരള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലില് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ആൻ ഹ്യൂയിക്കാണ്. അതായത് ഹോങ്കോങ് സംവിധായികയാണ് ആര്? ആൻ ഹ്യൂയി എന്ന് പറയുന്നത്. അപ്പൊ അവർക്കാണ് ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ആർക്കാണ്? ആൻ ഹ്യൂയിക്കാണ്. അതുപോലെ തന്നെ IFFKയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം അല്ലെ. എന്താണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം? ഏതിനാണ് ലഭിച്ചിട്ടുള്ളത്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ സംവിധായികയായിട്ടുള്ള പായൽ കപാഡിയയ്ക്കാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു സിനിമയാണ് ഏത്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അതിന്റെ സംവിധായിക ആരെ എന്ന് ചോദിച്ചാൽ അത് ആരാണ്? പായൽ കപാഡിയാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം, പായൽ കപാഡിയ. അപ്പോൾ ആ ഒരു സംവിധായികയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ സംവിധായികയായിട്ടുള്ള പായൽ കപാഡിയയ്ക്കാണ് എന്ത് ലഭിക്കുന്നത്? കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിക്കുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത്, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളത് ആരാണ് ചോദിച്ചുള്ളത്? ആരാണ്? ഋഷിത ഋതു ആണ്. ഓക്കെ, ചോദിച്ചേക്കാം, സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് PhD എഴുതിയെടുക്കുന്ന ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ആര് എന്ന് ചോദിച്ചുള്ളത് ആരാണ്? ഋഷിത ഋതു ആണ്. ഓർത്ത് വെച്ചേക്കാം, ഋഷിത ഋതു ആണ്. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ആർക്കാ ലഭിച്ചത് എന്ന് ചോദിച്ചാല് മിഷേൽ ബാച്ലെക്കാണ്. ഓക്കെ, ആർക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചിട്ടുള്ളത്? മിഷേൽ ബാച്ലെ അല്ലെ, ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അതിന്റെ കൂടെ തന്നെ ചിലിയുടെ മുൻ പ്രസിഡന്റും കൂടിയാണ് ആര്? മിഷേൽ ബാച്ലെ എന്ന് പറയുന്നത്. അവർക്കാണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അതും കൂടി എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന് നമ്മൾ പറഞ്ഞുല്ലേ, JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി എൻ കരുണിനാണ്. അതുപോലെ തന്നെ ഹോങ്കോങ് സംവിധായികയായിട്ടുള്ള ആൻ ഹ്യൂയി അല്ലെ, അവർക്ക് എന്താ ലഭിച്ചത്? ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ സംവിധായികയായിട്ടുള്ള പായൽ കപാഡിയയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന പുരസ്കാരം IFFK കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഋഷിത ഋതു അല്ലെ, ആരാണ്? ആദ്യമായിട്ട് PhD നേടുന്ന ട്രാൻസ്ജെൻഡർ ആണ് ആര്? ഋഷിത ഋതു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിഷേൽ ബാച്ലെക്ക് എന്തോ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്താണ് മിഷേൽ ബാച്ലെക്ക് കിട്ടിയത്? ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനമാണ്. മനുഷ്യാവകാശ പ്രവർത്തകയും അതുപോലെ തന്നെ ചിലിയുടെ മുൻ പ്രസിഡന്റും കൂടിയാണ് ആര്? മിഷേൽ ബാച്ലെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് 2024 ലോക ചെസ് ചാമ്പ്യൻ ആയത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അല്ലെ, നമ്മുടെ D ഗുഗേഷ് ആണ്, തമിഴ്നാട്ടുകാരനാണ്. D എന്ന് പറയുമ്പോൾ ദൊമ്മരാജു എന്നാണ് കേട്ടോ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദൊമ്മരാജു ഗുഗേഷ് ആണ് ലോക ചെസ് ചാമ്പ്യൻ ആവുന്നത്. ഓക്കെ, ആരാണ് 2024 ലോക ചെസ് ചാമ്പ്യൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ദൊമ്മരാജു ഗുഗേഷ് അഥവാ D ഗുഗേഷ് ആണ്. അല്ലെ, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ചെസ് ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? D ഗുഗേഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻ ആകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് ആര്? D ഗുഗേഷ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഒന്നാമത്തെ കാര്യം അല്ലെ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ലോക ചെസ് ചാമ്പ്യൻ ആണ് D ഗുഗേഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? D ഗുഗേഷ്. അതുപോലെ തന്നെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ആദ്യമായിട്ട് ലോക ചാമ്പ്യൻ ആകുന്ന അല്ലെങ്കിൽ ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന താരവും കൂടിയാണ് ആര്? D ഗുഗേഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ D ഗുഗേഷുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ D ഗുഗേഷ് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ എവിടെയാണ്? തമിഴ്നാട്ടുകാരനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. എന്താണ്? ക്രോസ് വേർഡ് അവാർഡാണ്. അതും ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്രോസ് വേർഡ് അവാർഡ് ആർക്കാ ലഭിച്ചിട്ടുള്ളത്? മലയാളിക്കാണ്. അതുകൊണ്ട് ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. മലയാളി ആയിട്ടുള്ള സഹറു നുസൈബ, ഓർത്തു വെച്ചേക്ക, ആരാണ്? സഹറു നുസൈബ. അവർക്കാണ് ക്രോസ് വേർഡ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ് അവരുടെ നോവലും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, ക്രോണിക്കിൾ ഓഫ് ആൻ ആൻഡ് എ ഹാഫ് എന്ന നോവൽ ആരുടേത് എന്ന് ചോദിച്ചുള്ളത് ആരുടേതാണ്? സഹറു നുസൈബയുടേതാണ്. അതുപോലെ തന്നെ ക്രോസ് വേർഡ് അവാർഡ് 2024 ക്രോസ് വേർഡ് അവാർഡ് ആർക്കാ ലഭിച്ചത് എന്ന് ചോദിച്ചത് ആർക്കാണ്? സഹറു നുസൈബയ്ക്കാണും കൂടി ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ വേദിയാണ്. 2034 ലോകകപ്പ് ഫുട്ബോളിന് എവിടെയാണ് വേദിയാകാൻ പോകുന്നത്? സൗദി അറേബ്യയാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്ക. 2034 നമുക്കറിയാലേ 2022 എവിടെ വെച്ചിട്ടായിരുന്നു? ഖത്തറിൽ വെച്ചിട്ടായിരുന്നു അല്ലെ ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓർത്ത് വെച്ചേക്ക, 2022 എവിടെയായിരുന്നു? ഖത്തറാണ്. നമുക്കറിയാം ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കാറുള്ളത്. ഇപ്പൊ 2022 ശേഷം പിന്നീട് 2026 ഇനി അടുത്തത് വരാൻ പോകുന്നത്. അത് എവിടെ വെച്ചിട്ടാണ്?
3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. എവിടേക്കാണ്? മെക്സിക്കോ വരുന്നുണ്ട്, അതുപോലെ തന്നെ കാനഡ, USA. ഈ 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് 2026 എന്ത് നടക്കാൻ പോകുന്നത്? ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇനി 26 ശേഷം പിന്നീട് നടക്കുന്നത് 2030 അതെവിടെയാണെന്ന് ചോദിച്ചാൽ മൊറോക്കോ, സ്പെയിന്, അതുപോലെ തന്നെ പോർച്ചുഗൽ. അതും 3 സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ മൊറോക്കോ, സ്പെയിന്, പോർച്ചുഗൽ ഇവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കാൻ പോകുന്നത്? 2030 ഫിഫ വേൾഡ് കപ്പ് നടക്കാനായിട്ട് പോകുന്നത്. ഇനി 2034 അല്ലെ, 2034 ഇപ്പൊ പറഞ്ഞത് എവിടെ വെച്ചിട്ടാണ്? സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. 2034 അതെവിടെ വെച്ചിട്ടാ നടക്കാൻ പോകുന്നത്? സൗദി അറേബ്യ ആണ്. ഓക്കെ, ഇപ്പൊ 2022 ഖത്തറാണെന്ന് അറിയാം. 2026 കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അതും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. മെക്സിക്കോ, കാനഡ, USA ഈ 3 സ്ഥലങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് ICCയുടെ നിലവിലെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജയ്ഷായാണ്. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ICC എന്ന് പറഞ്ഞാൽ എന്താ? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ആണ് അല്ലെ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജയ്ഷായാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കാം. ജയ്ഷായാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? ആര്യാന സബലങ്കയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ വർഷം എന്ന് പറയുമ്പോൾ 2024 മികച്ച വനിതാ ടെന്നീസ് താരം ഏതാണ്? മികച്ച വനിതാ ടെന്നീസ് താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ആര്യാന സബലങ്കയാണ്. ബെലൂറുസുകാരിയാണ്. അപ്പൊ ആര്യാന സബലങ്ക എന്ന് പറയുന്നത് എന്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? മികച്ച വനിതാ ടെന്നീസ് താരമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആര്യാന സബലങ്ക എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരീന് കിരീടം കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. എവിടെ വെച്ചിട്ടായിരുന്നു? ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ ആരാണ് കിരീടം ചൂടിയത്? നമ്മുടെ മലയാളി ആയിട്ടുള്ള നിഹാൽ സരീൻ ആണ് അല്ലെ. അപ്പൊ നിഹാൽ സരീൻ ആരാണ്? മലയാളിയാണ്. അപ്പൊ അതൊക്കെ ചോദിക്കാൻ നല്ല സാധ്യത ഉള്ളതാണ്. എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്? ഉസ്ബെക്കിസ്ഥാനിലാണ്. അവിടെ വെച്ച് നടന്ന ഒരു പ്രസിഡന്റ് കപ്പ് ചെസ്സിലാണ് ആര് ജേതാവാവുന്നത്? നിഹാൽ സരീൻ ജേതാവാവുന്നത്. മലയാളിയാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നിലവിലെ RBI ഗവർണർ ആര് അല്ലെ? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അപ്പൊ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഒരു RBIയുടെ ഗവർണർ ആര് എന്ന് ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ പഠിച്ചു വെച്ചേക്കണം. നിലവിലെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് ഗവർണർ ആണ് ആര്? സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ ആണ് ആര്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഇനി അടുത്തത് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ഓർത്തു വെച്ചേക്കണം. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ദേവേന്ദ്ര ഫട്നാവിസിനെയാണ്. ഓക്കെ, അപ്പൊ ആരാണ് നിലവിലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. അതുപോലെ തന്നെ നാസയുടെ പുതിയ മേധാവി ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജാരദ് ഐസക് മാൻ ആണ്. ഓക്കെ, അപ്പൊ നാസയുടെ പുതിയ മേധാവി എന്ന് പറയുന്നത് ആരാണ്? ജാരദ് ഐസക് മാൻ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ അടുത്തത് ഒരു പദ്ധതിയാണ്. എന്താണ് ആ പദ്ധതി എന്ന് പറയുന്നത്? മിഷൻ മൗസം എന്നാണ് കേട്ടോ. അപ്പൊ മിഷൻ മൗസം അല്ലെ. മൗസം എന്ന് പറയുമ്പോഴത്തേ നമുക്കൊരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യണം. അപ്പൊ കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഏത്? മിഷൻ മൗസം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മിഷൻ മൗസം? കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ചോദിച്ചാൽ അതേതാണ്? മിഷൻ മൗസം ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ചിട്ടാണ്. ഏതാണ് ആ ചുഴലിക്കാറ്റ്? ഫെയ്ഞ്ചൽ ആണ് അല്ലെ. ഫെയ്ഞ്ചൽ. ഓക്കെ, ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് എവിടെയാണ്? ചെന്നൈയിലും പുതുച്ചേരിയിലും ഒക്കെ ദുരിതം വിതച്ചിട്ടുള്ള ഒരു ചുഴലിക്കാറ്റായിരുന്നു ഏത്? ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. അപ്പൊ ചോദിക്കാം, അടുത്തിടെ ചെന്നൈയിലും പുതുച്ചേരിയിലും ഒക്കെ ദുരിതം വിതച്ചു പോയ ചുഴലിക്കാറ്റിന്റെ പേരെന്താ ചോദിച്ചാൽ എന്താണ്? ഫെയ്ഞ്ചൽ ആണ്. ഓർത്തു വെച്ചേക്ക. എന്താണ്? ഫെയ്ഞ്ചൽ. ഇനി അടുത്തതൊരു സാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടാണ്. എന്താണത്? സ്പെയ്ഡെക്സ് ആണ്. ഓക്കെ, എന്താണ്? സ്പെയ്ഡെക്സ്. എന്താണ് സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞാല്?
അതായത് രണ്ട് വ്യത്യസ്ത പേടകങ്ങൾ രണ്ട് തവണയായിട്ട് വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. ഓക്കെ, ഇവിടെ വിക്ഷേപിക്കുന്ന സമയത്ത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിക്ഷേപിക്കുകയും അവിടെ ബഹിരാകാശത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. ആ ഒരു സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് എന്താ, സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കാം, സ്പെയ്ഡെക്സ്. അതുപോലെ തന്നെ അടുത്തതാണ് പ്രോബ 3 എന്ന് പറയുന്നത്. എന്താണ് പ്രോബ 3 എന്ന് പറഞ്ഞാല്? പ്രോബ 3 എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളിയായിട്ടുള്ള കൊറോണ പാളിയെ പറ്റിയിട്ടുള്ള അതിനെ കുറിച്ചിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ചതാണ് ഏത്, ISRO വിക്ഷേപിച്ച ഒരു ദൗത്യമാണ് ഏത്, പ്രോബ 3 എന്ന് പറയുന്നത്. ഓക്കെ, ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ് ഏത്, പ്രോബ 3 എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സൂര്യന്റെ പുറമെയുള്ള പാളിയായിട്ടുള്ള കൊറോണ പാളിയെ പറ്റിയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ പ്രോബ 3 എന്തുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ടതാണ്, അതായത് ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ബില്ലോയാണ്. ഓക്കെ, അപ്പൊ ബില്ലോ ആരാണ് വികസിപ്പിച്ചെടുത്തത്, ഗൂഗിൾ ആണ്. എന്താണ് അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് അല്ലെ, അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് എന്ത്, ബില്ലോ എന്ന് പറയുന്നത്. അപ്പൊ വികസിപ്പിച്ചെടുത്തത് ഗൂഗിൾ ആണ്. ഓക്കെ, അപ്പൊ ബില്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ്. അത് വികസിപ്പിച്ചെടുത്തത് ആരാണ്, ഗൂഗിൾ ആണെന്നും കൂടി ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് ഒരു പുരസ്കാരമാണ്. എന്താണ് ആ പുരസ്കാരം? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. വളരെ പ്രധാനപ്പെട്ടതാണ്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാ ലഭിച്ചിട്ടുള്ളത്? പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള മാധവ് ഗാഡ്ഗിലിനാണ്. അപ്പൊ ചോദിക്കാം, അടുത്തിടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. ഓർത്ത് വെച്ചേക്കണം, മാധവ് ഗാഡ്ഗിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തിടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാ ലഭിച്ചത്? മാധവ് ഗാഡ്ഗിലിനാണ്. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. എന്താണ്? ടൈം മാഗസിന്റെ 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലെ. ഇപ്പൊ ടൈം മാസികയുടെ 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ഡൊണാൾഡ് ട്രംപിനെയാണ്. അതും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തതും മറ്റൊരു പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതായത് നമ്മുടെ AI ബന്ധപ്പെട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള AI മാതൃകയാണ് ഏത്? ജെമിനി 2.0 എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഗൂഗിൾ ആണ്. ഓക്കെ, അപ്പൊ ചോദിക്കാം, ഗൂഗിള് വികസിപ്പിച്ചെടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള AI ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ജെമിനി 2.0 ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI മോഡലാണ് ഏത്? ജെമിനി 2.0. അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഗൂഗിൾ ആണ്. അതും കൂടി എന്ത് ചെയ്യണം, ഓർത്തു വെച്ചേക്കണം. ഇനി നമുക്ക് ഇത്ര തന്നെയാണുള്ളത് ഇതില് പ്രധാനപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് മെമ്മറി റിവിഷൻ നോക്കാം. ഫസ്റ്റ്, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലേ, ഒരുപാട് അവാർഡുകളൊക്കെ നേടിയ സിനിമയാണ്. ഇതിന്റെ സംവിധായകൻ ആരാണ്? സംവിധായിക ആരാണ് സംവിധായിക? പായൽ കബാഡിയാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായിക ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? പായൽ കബാഡിയാണ്. ഓക്കെ, ഇനി അടുത്തത് ജയ്ഷ അല്ലെ. ജയ്ഷയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ജയ്ഷ എന്ന് പറയുന്നത് അല്ലെ? നിലവിലെ ICC അധ്യക്ഷനാണ് ആര്? ജയ്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം, നിലവിലെ ICC അധ്യക്ഷനാണ് ആര്? ജയ്ഷ. ഇനി ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. 2022 ഖത്തർ എന്ന് പറയുന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് 2026 മെക്സിക്കോ, കാനഡ, USA അതിന്റെ വേദി എന്ന് പറയുന്നത്. പിന്നീട് 2030 ഫിഫയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ മൊറോക്കോ, അതുപോലെ തന്നെ സ്പെയിൻ, പോർച്ചുഗൽ ആണ് വരുന്നത്. ദെൻ 2034 സൗദി അറേബ്യ അതിന്റെ വേദിയായിട്ട് വരുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കാം. ഇനി സഹറു നുസൈബ അല്ലെ, സഹറു നുസൈബയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പുരസ്കാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്ത് പുരസ്കാരമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്? സഹറു നുസൈബയ്ക്ക് ഏതായിരുന്നു? യെസ്, ക്രോസ് വേർഡ് അവാർഡ് ആണ് അല്ലെ. അപ്പൊ ക്രോസ് വേർഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സഹറു നുസൈബയ്ക്കാണ്. ദെൻ അടുത്തത് ജെമിനി 2.0 അല്ലെ. ജെമിനി 2.0 എന്തുമായി ബന്ധപ്പെട്ടതാണ്? AI ബന്ധപ്പെട്ടതാണ് അല്ലെ. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI മോഡലാണ് ഏത്? ജെമിനി 2.0. ആരാണ് വികസിപ്പിച്ചെടുത്തത്? ഗൂഗിൾ ആണ് അല്ലെ. അപ്പൊ ഗൂഗിൾ വികസിപ്പിച്ചെടുത്തതാണ് ഏത്? ജെമിനി 2.0 എന്ന് പറയുന്നത്. ഇനി അടുത്തത് സഞ്ജയ് മൽഹോത്രയാണ്. ആരാണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്? സഞ്ജയ് മൽഹോത്ര
നിലവിലെ RBI ഗവർണർ ആണല്ലേ, നിലവിലെ 26ാമത് RBI ഗവർണർ ആണ് ആര്? സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ചോദിക്കാൻ നല്ല സാധ്യത ഉള്ളതാണ് സഞ്ജയ് മൽഹോത്ര. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ആർക്കാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് അടുത്തിടെ ലഭിച്ചത്? അതിന്റെ ഉത്തരം നിങ്ങൾ എന്താ ചെയ്യുക, കമന്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.